നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. കൊള്ളക്കാരായി മാറിയ രാജ്യത്തെ എണ്ണ കമ്പനികൾ അന്താരാഷ്ട്ര വിപണിയിൽ വിലയിടിയുമ്പോൾ ഇവിടെ കുത്തനെ കൂടുകയാണ്. ഇന്ധന ഉൽപാദക കമ്പനികളുടെ തോന്യാസങ്ങൾക്ക് കേന്ദ്രമാണ് കൂട്ടുനിൽക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ളതും ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നതും പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. പെട്രോൾ, ഡീസൽ, ഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് രാജ്യത്തൊട്ടാകെ വിതരണം ചെയ്യുന്നത് പ്രധാനമായി സർക്കാർ നിയന്ത്രണത്തിലുള്ള 3 എണ്ണ കമ്പനികളാണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവയാണ് ഇതിൽ 90% ഇടപാടുകൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാർ സംവിധാനമായി ഇന്ധന കമ്പനികൾ പ്രവർത്തിപ്പിച്ചത് ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് ഇന്ധനങ്ങൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു. നമ്മുടെ ഇന്ത്യ ഒരു ഇന്ധനരഹിത രാജ്യമാണ്. നമ്മുടെ ഉപയോഗത്തിന് ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ 1% പോലും നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ല. രാജ്യത്തിന് ആവശ്യമായ ഇന്ധനം മുഴുവൻ എണ്ണ ഉൽപാദന രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് രീതി. അതുകൊണ്ട് തന്നെ ഇന്ധന വിലയുടെ കാര്യത്തിൽ എണ്ണ കമ്പനികൾ എന്ത് തീരുമാനം പ്രഖ്യാപിച്ചാലും അതെല്ലാം അനുസരിച്ച് കൂടുതൽ വില നൽകി വാങ്ങി ഉപയോഗിക്കുക എന്ന ഗതികേടിലാണ് രാജ്യത്തെ ജനങ്ങൾ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പെട്രോൾ, ഡീസൽ, ഗ്യാസ് വില നിർണയിച്ചിരുന്നത് പെട്രോളിയം മന്ത്രാലയമായിരുന്നു. പിന്നീട് വില നിശ്ചയിക്കുന്നതിനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ കൈമാറി. എന്നിരുന്നാലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ എണ്ണ കമ്പനികൾക്ക് വില നിർണ്ണയിക്കാൻ കഴിയുകയുള്ളൂ. ഈ അധികാരം കേന്ദ്ര സർക്കാരിൽ നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും എണ്ണ കമ്പനികളുടെ യാതൊരു ന്യായീകരണവുമില്ലാത്ത വില വർധനവിന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എന്തുകൊണ്ട് അംഗീകാരം നൽകുന്നു എന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. പണ്ടൊക്കെ വർഷത്തിൽ 1-2 തവണ ഇന്ധനവില പുനർനിർണയം നടന്നിരുന്നുവെങ്കിൽ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണ വിലയിൽ ദിവസവും മാറ്റമുണ്ടാകുന്നത് പോലെ ഇന്ധനവിലയിലും എണ്ണ കമ്പനികൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാജ്യമൊട്ടാകെ കൊമേഴ്ഷ്യൽ ഗ്യാസിന്റെ വില 6 രൂപ 50 പൈസ കൂട്ടി. ഇതിന്റെ ന്യായീകരണം എന്ത് എന്നത് തികച്ചും അജ്ഞാതമാണ്. മാത്രവുമല്ല, അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധന ഉൽപാദനത്തിനുള്ള ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഇടിയുമ്പോഴാണ് ഇന്ത്യയിൽ ഗ്യാസ് വില വർധനവിന് കമ്പനികൾ തീരുമാനമെടുക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്ത് ഗാർഹിക പാചകവാതക വിലയുടെ കാര്യത്തിൽ 100%-ലധികം വർധനവാണ് എണ്ണ കമ്പനികൾ വരുത്തിയത്. പെട്രോളിന്റെയും ഡീസലിന്റെയും കാര്യത്തിലും എണ്ണ കമ്പനികൾ ഈ നില തുടരുകയാണ്. 45 രൂപ മുതൽ 50 രൂപ വരെ ഉണ്ടായിരുന്ന പെട്രോൾ, ഡീസൽ വില അടിക്കടി വർദ്ധിപ്പിച്ചു. 100 രൂപയ്ക്കും 110 രൂപയ്ക്കും ഇടയിലാണ് എണ്ണ കമ്പനികൾ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല കാരണങ്ങളുടെ പേരിൽ ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നിരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ഇന്ധന വില വർധനവിന് സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ കോവിഡിന് ശേഷം ലോകമൊട്ടാകെ ഇന്ധന ഉപഭോഗം കുറഞ്ഞപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില പകുതിയിലധികം താഴ്ന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ പോലും നമ്മുടെ രാജ്യത്ത് ഇന്ധന വിലയിൽ കുറവ് പ്രഖ്യാപിക്കാൻ ഒരു എണ്ണ കമ്പനിയും തയ്യാറായില്ല. നമ്മുടെ കേരളത്തിൽ മദ്യ വിൽപ്പനയിലൂടെ സർക്കാർ ആയിരക്കണക്കിന് കോടി രൂപ വാരിക്കൂട്ടുന്നത് പോലെ കേന്ദ്ര സർക്കാർ ഇന്ധന വിൽപ്പനയിലൂടെയാണ് റവന്യൂ വരുമാനം വാരിക്കൂട്ടുന്നത്. എന്നാൽ എല്ലാ ദിവസവും സാധാരണക്കാരന്റെ പേര് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന കേന്ദ്രഭരണ അധികാരികൾ ഇന്ധന വിലയുടെ കാര്യത്തിൽ കണ്ണടയ്ക്കുന്ന സമീപനമാണ് എന്നും കാണിച്ചിട്ടുള്ളത്. കാർഷിക പാചകവാതക വില വർധനവ് യഥാർത്ഥത്തിൽ നേരിട്ട് ബാധിക്കുന്നത് സാധാരണക്കാരായ മുഴുവൻ ജനങ്ങളെയുമാണ്. നഗരങ്ങളിൽ മാത്രമല്ല, നാട്ടിൻപുറങ്ങളിൽ പോലും വിറകടുപ്പുകൾ ഇപ്പോൾ കാണുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. മൊത്തത്തിൽ രാജ്യത്തെ ജനങ്ങൾ പാചകത്തിന് ഗ്യാസ് ഉപയോഗിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും സൗകര്യപൂർവ്വം മറക്കുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട്. പെട്രോൾ, ഡീസൽ വില വർധനവ് എണ്ണ കമ്പനികൾ നടപ്പിലാക്കിയാൽ അത് നേരിട്ട് ബാധിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ തന്നെയായിരിക്കും. സാധന സാമഗ്രികൾ കൈമാറ്റം ചെയ്യുവാൻ ഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് വരുന്ന പ്രധാന ചെലവ് പെട്രോൾ, ഡീസൽ എന്നിവയുടെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ എണ്ണ വില വർദ്ധിക്കുമ്പോൾ അതിന്റെ എത്രയോ ഇരട്ടി നിത്യോപയോഗ സാധനങ്ങളുടെ വിലകയറ്റം ഉണ്ടാക്കുവാനാണ് വഴിയൊരുക്കുന്നത് എന്ന കാര്യമെങ്കിലും കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനി മാനേജ്മെന്റുകളും മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകമൊട്ടാകെ കോവിഡിൽ കുടുങ്ങിയപ്പോൾ തുടങ്ങിയതാണ് സാധാരണ ജനങ്ങളുടെ ദുരിത ജീവിതം. തൊഴിലില്ലായ്മയും വരുമാനക്കുറവും മറ്റെല്ലാ രാജ്യങ്ങളിലും എന്നതുപോലെ ഇന്ത്യയിലും നിലനിൽക്കുകയാണ്. വരുമാനങ്ങൾ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ പാചകവാതകം, പെട്രോൾ, ഡീസൽ തുടങ്ങിയവ വേണ്ടെന്ന് വെച്ച് സമൂഹത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എണ്ണ കമ്പനികളുടെ യാതൊരു നീതീകരണവുമില്ലാത്ത ഇന്ധന വില വർധനവ് അടിയന്തരമായി ഇടപെട്ട് പരമാവധി വില കുറച്ച് പെട്രോൾ, ഡീസൽ, ഗ്യാസ് എന്നിവ രാജ്യത്ത് വിതരണം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം അസംസ്കൃത എണ്ണ വില അന്താരാഷ്ട്ര വിപണിയിൽ $80 താഴെയാണ്. നേരത്തെ 1 ബാരൽ
ബാരൽ ക്രൂഡ് ഓയിലിന് $145 ആയിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ എണ്ണ കമ്പനികൾ ഇന്ധന വില വർധനവ് നടത്തിയത്. ഇപ്പോൾ ക്രൂഡ് ഓയിലിന് പകുതിയിലധികം വില കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എണ്ണ കമ്പനികൾക്ക് യാതൊരു നഷ്ടവും വരാത്ത വിധത്തിൽ വില കുറവ് നടപ്പിൽ വരുത്തുവാൻ കഴിയും എന്ന വസ്തുതയും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം തിരിച്ചറിയേണ്ടതുണ്ട്. മൂന്നാമതും പ്രധാനമന്ത്രി പദവിയിലെത്തിയ നരേന്ദ്രമോദി സാധാരണ ജനങ്ങളുടെ കാര്യം പരിഗണിക്കുന്ന ആള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന അന്യായമായ ഇന്ധന വില വർധന തടയുവാനും വില വെട്ടിക്കുറയ്ക്കുവാനും പ്രധാനമന്ത്രി തന്നെ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.